ഇതിൽ നിന്ന് ഒരു 60 സെൻറ്റിമീറ്റർ പിന്നാക്കം വലിച്ചിട്ടാണ്, അതായത് ഹാളിൻ്റെ സ്പേസിലേക്ക് വലിച്ചിട്ടാണ് നമ്മളിവിടെ ചുമര് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഈ വീട് വാസ്തു പ്രകാരം നിർമ്മിച്ചിരിക്കുന്നത് വെച്ചാൽ കിച്ചണിന് വാസ്തു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കബോർഡ് വരുമ്പോൾ കറക്റ്റ് വാസ്തുവിൻ്റെ മെഷർമെൻറ്റ് കിച്ചൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ. ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന വലിയൊരു പൊട്ടത്തരാണ്. അതായത് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഒക്കെ നോക്കിയിട്ട് വാസ്തു പ്രകാരം വീട് വെക്കും. അവർക്ക് കിച്ചണിൽ 1 സെൻറ്റിമീറ്റർ മാറാൻ പറ്റില്ല, റൂമിൽ 1 സെൻറ്റിമീറ്റർ മാറാൻ പറ്റില്ല. ഇതെല്ലാം പ്ലാനിൽ വരഞ്ഞിട്ട് ചുമരിൽ കല്ല് കെട്ടുമ്പോൾ ഇതെല്ലാം അങ്ങനെ കറക്റ്റായിട്ടാണ് വെക്കും. എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇൻറ്റീരിയൽ വർക്ക്. ആ ഇൻറ്റീരിയൽ വർക്കിന് ഒരു വാസ്തുവിലൊന്നുമില്ല. അതായത് ഇതെല്ലാം ഫിക്സഡ് ആയിട്ടാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് കിച്ചണിലാണെന്നുണ്ടെങ്കിൽ കിച്ചൺ റാക്ക് വരും. നിങ്ങൾ കിച്ചൺ റാക്ക് ഫിറ്റ് ചെയ്യണതും കല്ലിൽ പടുത്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഫ്ലൈവുഡ് വെച്ചിട്ടോ ഗ്രാനൈറ്റ് ഡോർസ് എല്ലാം വരുന്നില്ലേ. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങളെ വീടിൻ്റെ ആ വാസ്തു കമ്മിയാണ് വലിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കിച്ചൻ്റെ ഒരു മെഷർമെൻറ്റ് ഒരു 3x3 മീറ്ററാണെന്ന് വിചാരിച്ചോളൂ. അതിലൊരു എൽ ഷേപ്പിൽ ഒരു ബെഞ്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പും അതേപോലെ അതിൻ്റെ അടിയിൽ ഡോറും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈഫ് ലോങ് ആയിട്ടല്ലേ നിങ്ങളെ മെഷർമെൻറ്റിനെ കമ്മിയാക്കണത്. അപ്പോൾ ആ കമ്മിയാവണ മെഷർമെൻ്റ് അല്ലേ നിങ്ങളെ കിച്ചൻ്റെ ഉള്ളിൽ നടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഈ വാസ്തുവിന് കറക്റ്റ് മാച്ച് ആവണത്? അത് വാസ്തു നോക്കുന്ന ആൾക്കാർ ഭാവിയിൽ വരാൻ പോണ കബോർഡിൻ്റെയും കാര്യങ്ങളൊക്കെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ ഈ വാസ്തു കറക്റ്റ് ആക്കണം, റൂമിൻ്റെ സ്പേസ് കറക്റ്റ് ആക്കണം എന്നൊക്കെ പറയുന്നത്? അല്ല, ഞാനിതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, കുറ്റിയടിക്കുന്ന സമയത്ത് വാസ്തു നോക്കുന്ന ആൾക്കാർ പറയും അടുക്കള അതേപോലെ ചില റൂമുകൾ 1 സെൻറ്റിമീറ്റർ പോലും മാറാൻ പറ്റില്ല. എന്നിട്ടാണ് എല്ലാ പണിയും കഴിയുമ്പോൾ ഇതേപോലത്തെ കിച്ചൺ കബോർഡും ബാക്കിയുള്ള കൗണ്ടർ ടോപ്പും മുകളിലും ഇത് മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത്തെ സ്പേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അതെനിക്കറിയാത്ത കാരണമാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നോക്കണത്. ഹായ്, ഇത് ആലപ്പുഴ ചേർത്തലയിൽ നമ്മൾ പണിയുന്ന ഒരു 2 നില വീടാണ് കേട്ടത്. എനിക്ക് നല്ലൊരു പ്രതീക്ഷയുള്ളൊരു വീടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത വീടുകൾ വെച്ചിട്ട് മെയിൻ റോഡിൻ്റെ വക്കിനാണ് ഈ ഒരു വീട്. ഇത് നമ്മൾ രത്നാകരേട്ടനും ആശിച്ചേച്ചിക്കും വേണ്ടി പണിയുന്ന വീടാണ്. നമ്മൾ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ മെയിൻ റോഡിൻ്റെ വക്കിന് ഇത്ര വിസിബിളായിട്ടുള്ള ഒരു കോൺക്രീറ്റ് വീട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു പ്രതീക്ഷയുള്ള വീടാണെന്ന് പറഞ്ഞത്. ഇതുവരെ ഞങ്ങൾ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ള വീടെന്ന് പറയാനായിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ കോട്ടയം പള്ളിക്കത്തോടുള്ള മാത്യു സാറിൻ്റെ വീടാണ്. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് ഒരുപാട് ഉള്ളിലേക്കാണ്. അതായത് ആ വീട്ടിലേക്കായിട്ട് പോയാൽ മാത്രമേ ഉള്ളൂ ആ വീട് കാണാൻ പറ്റുക. അതും കൂടാണ്ട് ആ വീട് കുറച്ച് ഹൈറ്റിലിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഫുൾ വ്യൂ ഫ്രണ്ടിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റിയിട്ടില്ല. പക്ഷേ ഇവർ 2 പേരും കോട്ടയം പള്ളിക്കത്തോട് ആ വീട് പോയി കണ്ടതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് ഏൽപ്പിച്ചത്. ആ ഒരു വീട് നേരിട്ട് പോയി കണ്ട ഒരുപാട് ക്ലയൻറ്റുകൾ നമുക്കുണ്ട്. അവരോടൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. എൻ്റെ മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഫൈനൽ ഫിനിഷ് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ബാക്കി ആൻറ്റിയും സാറും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ആ വീട് അത്രയും ഭംഗിയാക്കാൻ എനിക്ക് സാധിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് ചെയ്യുമ്പോൾ ആ സാറ് നമുക്ക് തന്നൊരു ഫ്രീഡം തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇതെന്തിനാണ് പറയണമെന്ന് വെച്ചാൽ ആശിച്ചേച്ചും ചേട്ടനും ആ വീട് പോയി കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ആ വീട്ടിലെ അത് ഇവിടെയും അതുപോലെ ചെയ്തു തരണമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ് ഞാൻ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അതിലൊന്നാമത്തെ കാര്യം നമ്മൾ ഈ മെയിൻ ഡോർ തന്നെയാണ്. സാറിൻ്റെ അവിടെ സ്റ്റീലിൻ്റെ റെഡിമെയ്ഡ് ഡോറാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. 9 ഇഞ്ചിൻ്റെ ഡോറായിരുന്നു. അപ്പോൾ അവർക്കും അതുപോലത്തെ ഒരു ഡോർ വേണമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് നമ്മളവിടെ ഒരു ചുമരിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ വർക്ക് ഇതിപ്പോൾ നമ്മൾ ഈ ഒരു വീടിനായിട്ട് ആദ്യമായിട്ട് ചെയ്തതാണ്. അങ്ങനെ ഓരോ വീടുകൾ ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ട വെച്ചിട്ട് നമ്മളിവിടെ ഇതൊരു ബെഞ്ചാണ്. ബെഞ്ചെന്ന് പറയുമ്പോൾ ബെഞ്ചിനേക്കാൾ ഉപരി നമ്മളിതിൻ്റെ അടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഷൂ റാക്കാണ്. അതായത് ഒരുപാട് വീടുകളിൽ സിറ്റ് ഔട്ടിൽ ഒരു ഷൂ റാക്ക് ഇല്ലാത്ത കാരണം കൊണ്ട് ചെരുപ്പുകളെല്ലാം പുറത്തിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതായത് നോർമൽ ചെരുപ്പുകൾ നമുക്ക് പുറത്തിടാം, മെയിൻ ഷൂകളൊക്കെ ഒന്നല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുപോകണം. അപ്പോൾ അതിനുപകരിക്കണ ഒരു രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഹൈഡായിട്ട് നിൽക്കുകയും ചെയ്യും. അതായത് ഇപ്പോൾ ഈ സ്കഫോൾഡിങ് കിടക്കുന്നതിൻ്റെ അടിയിൽ ഒരു സ്ലൈഡിങ് ഗ്രില്ല് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കവറായി പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ വർക്ക് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അവർക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഹാളിലേക്കാണ് കയറുമ്പോൾ തന്നെ ഫുൾ ഓപ്പൺ സ്പേസാണ്. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് വീട് വയ്ക്കുന്നത്. സാറിൻ്റെ വീട് 3000 സ്ക്വയർ ഫീറ്റാണ്. ഇതിൻ്റെ അടിയിൽ വെറും 1000 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ അങ്ങനെ 1000 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് എങ്ങനെ എത്രത്തോളം ഓപ്പൺ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വീട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരട്ടോ. അപ്പോൾ ഈ ഒരു ഡോർ കണ്ടില്ലേ, ഈ ഡോർ ഈ ഒരു പൊസിഷനിലായിരുന്നില്ല ഇതിൻ്റെ പ്ലാനിൽ. നേരെ ഹാളിൽ നിന്ന് നേരിട്ട് കയറുന്ന മാതിരിയായിരുന്നു. അപ്പോൾ വലിപ്പം കൂട്ടുന്നതിനനുസരിച്ചിട്ടും പല ഡിസൈനും മാറുന്നുണ്ട്. അതായത് ഇതിൻ്റെ സ്റ്റെയറിൻ്റെ ഡിസൈൻ മാറി. അപ്പോൾ അതിനൊക്കെ മാറുന്നതിനനുസരിച്ചിട്ടുള്ള സ്പേസ് നമുക്ക് വേണം. അപ്പോൾ വീടിൻ്റെ ഉടമസ്ഥൻ എല്ലാത്തിനും വില്ലിങ് ആയിരിക്കണം. അതായത് ഇപ്പോൾ പ്ലാൻ പ്രകാരം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലൊരു മോഡിഫിക്കേഷനും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിൽ ഇതിൻ്റെ ഡോർ മാറ്റി വെച്ചപ്പോൾ തന്നെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായി. അതായത് ഹാളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു വ്യൂ റൂമിലേക്ക് കിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ നമുക്ക് അതിൽ ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 90 സെൻറ്റിമീറ്ററിൻ്റെ ഡോർ ഫ്രെയിമാണ് വെച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചുമരുമ്പിലാണ് വരിക. ആ ചുമരിൽ വരുമ്പോൾ എന്താ ബുദ്ധിമുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചുമരിൻ്റെ അവിടെ നിന്നാണ് നമ്മളെ സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ആവണത്. അപ്പോൾ അതിലൊരു 90 സെൻറ്റിമീറ്റർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ കിട്ടലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ ലാൻഡിങ് വരുന്നത് ഈ 90 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് നല്ല സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പിൻ്റെ ഒരു ഏരിയ അത്യാവശ്യം ലെങ്ത്ത് കിട്ടണം. എന്നാലേ ഉള്ളൂ നല്ല സ്റ്റെപ്പുകൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുക. ഇവർക്കാണെന്നുണ്ടെങ്കിൽ മാത്യു സാറിൻ്റെ വീട്ടിൽ കണ്ട അതേ സെയിം സ്റ്റെപ്പ് വേണമെന്നാണ് ഇവർ
നമ്മളോട് പറയണത്. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോറിൻ്റെ പൊസിഷൻ മാറ്റണം. ഡോറിൻ്റെ പൊസിഷൻ മാറ്റി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ ആ സ്റ്റെപ്പ് വെക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഡോറിൻ്റെ പൊസിഷൻ മാറ്റുന്നത് കൊണ്ട് അവർക്കൊരു വിഷയമില്ല. ചില ആൾക്കാർക്ക് അത് വിഷയമാണ്. അപ്പോൾ നമുക്ക് അവിടെ ഓപ്ഷൻ പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. അതായത് ഇവരിപ്പോൾ ആ പൊസിഷൻ മാറ്റിയോണ്ടാണ് ഇവർക്ക് നമുക്ക് അതേപോലത്തെ സെയിം സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുക. ചില ആൾക്കാർക്ക് വേറെ വീടുകളിൽ കണ്ട സാധനങ്ങൾ നമ്മളെ വീട്ടിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷേ അതിനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കുന്നു പറയണ മാതിരിയാണ്. ഈ ഒരു സ്റ്റെപ്പാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് ഇത് നമ്മളെ മാത്യു സാറിൻ്റെ വീടിൻ്റെ സ്റ്റെപ്പാണ്. ഈ വീടാണ് അവർ പോയി കണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ ഈ സ്റ്റെപ്പ്, അതേപോലെ കിച്ചൻ്റെ ഉള്ളത്തെ ഒരു കാര്യം, അതേപോലെ ഈ ഹാളിൻ്റെ ഒരു സ്പേസ്, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അവർ, അതേപോലെ വെൻറ്റിലേഷൻ കേട്ടോ. വെൻറ്റിലേഷൻ പിന്നെ സാറിൻ്റെ അതേപോലെ ഒരിക്കലും നമുക്കിതിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്, കാരണം ചെറിയ വീടാണല്ലോ, മാക്സിമം നമ്മൾ വലുതാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഏരിയയിലാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ് വരിക. ഈ ഒരു ഏരിയയിൽ നോർമൽ സ്റ്റെയർ കേസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ വരിക. ഇത് നമ്മൾ പാലക്കാട് ശ്യാംചേട്ടന് വേണ്ടിയിട്ട് ചെയ്ത വീടിൻ്റെ സ്റ്റെയർ കേസാണ്. ഇതേപോലെ ഒരു ഫുൾ ലാൻഡിംഗ് ആണ് അവിടെ വരിക. പക്ഷേ ഈ വീടിൻ്റെ ലാൻഡിംഗ് നമ്മൾ ഈ ലാൻഡിംഗ് കുറച്ചുകൂടി പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് നിർത്തും. കാരണം അവിടെ ഒരു ബേ വിൻഡോ കൂടി വരുന്നുണ്ട്. അതായത് നോർമൽ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിലത്തെ സ്റ്റെപ്പാവും നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഫുൾ വെൻറ്റിലേഷനും വിത്ത് ബേ വിൻഡോ ആയിട്ടാണ് ആ ഒരു ലാൻഡിംഗ് അവിടെ വരിക. അപ്പോൾ ഇങ്ങനെ ഒരു നോർമൽ സ്റ്റെപ്പ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. അതല്ല നിങ്ങൾ നേരത്തെ കണ്ട പോലത്തെ സ്റ്റെപ്പാണെന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ ക്യാഷ് വരും. ഈ സ്റ്റെപ്പും ഇതേപോലത്തെ ഒരു ലാൻഡിങ്ങും കിട്ടാനായിട്ട് നമ്മൾ ഇവിടെയും ഈ ചുമരിൻ്റെ നീളം കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇതിൻ്റെ ഡോർ ഓപ്പണിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നത് മിഡിലായിട്ടായിരുന്നു. മിഡിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇതേപോലത്തെ ഒരു സ്റ്റെപ്പ് ഇവിടെ ക്രമീകരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒറ്റപ്പാലം നൗഷാദ് അലി കാക്കൂന് ചെയ്തു കൊടുത്ത ഒരു സ്റ്റെപ്പാണത്. ഈ സ്റ്റെപ്പ് 3 ലെയറായിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ 3 ലാൻഡിങ്ങും വരും. അതേപോലെ തന്നെ ആ ഒരു വെൻറ്റിലേഷന് ക്ലോസ് ആയിട്ടാണ് കയറി പോവുക. ഇതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റെപ്പ് ലെങ്ത്ത് കിട്ടാത്തതുകൊണ്ടാണ്. അതായത് റൂമിൻ്റെ സ്പേസ് സ്റ്റെപ്പിനനുസരിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. ഇതുപോലുള്ള സ്റ്റെപ്പുകൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ നമ്മളെ വീട് 3 മീറ്റർ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കൂടി 5 ഇഞ്ച് മെയിൻ സ്ലാബാണ് നമ്മുടെ തിക്നെസ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 21 സ്റ്റെപ്പ് വെച്ചാലേ ഉള്ളൂ 15 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമുക്ക് സ്റ്റെപ്പ് ക്രമീകരിക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിൻ്റെ ചവിട്ടുകൊല്ലം കൊടുത്തിരിക്കുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. അതൊരു 30 സെൻറ്റിമീറ്റർ ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ചുമര് നീളം കൂടുതൽ വേണം. ഈ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ ഫുള്ളി വുഡൻ കളറുള്ള ടൈൽസാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഒരു മരത്തിൻ്റെ ഫീലിംഗ് അതിൽ കാണുന്നുണ്ട്. ഇപ്പം ഞാനീ കാണിക്കുന്ന സ്റ്റെപ്പിൻ്റെയൊക്കെ ഫുൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫുൾ ഫിനിഷ് ആയിട്ടുള്ള വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സ്റ്റെപ്പാണ് നമ്മൾ ചേർത്തലിൽ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അവിടെ ഈ ബീമിന് പകരം ഇവിടെ ഒരു ലാൻഡിങ് ആയിരിക്കും. അതേപോലെ റിട്ടേൺ കയറുന്നതും ഇതേപോലത്തെ ബീമിൽ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ പോലെ, അതായത് ലാൻഡിങ്ങിൻ്റെ അടിയിലത്തെ ഏകദേശം ഒരു 6 അടി 7 അടി ഹൈറ്റിൽ നമുക്ക് ഫുൾ സ്പേസ്, അതായത് ഇതേപോലെ വെൻറ്റിലേഷൻ ക്ലോസ് ആയിട്ട് കയറില്ല, കാണാനും നല്ല വ്യൂ ആയിരിക്കും. കാരണം 2 സൈഡിലേക്കും ബീം കാണാനും പറ്റും. അങ്ങനെ ചെയ്യുമ്പോഴുള്ള മെയിൻ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇതേപോലത്തെ ഈ സ്പേസ് തന്നെയാണ്. കാരണം ഇപ്പോൾ ഇവിടെ അത് കയറിയിരിക്കുന്നത് വളരെ ഹൈറ്റ് കമ്മിയായിട്ടാണ് ഫസ്റ്റ് ലാൻഡിങ്. മറ്റേത് നമ്മളെ ജനലിൻ്റെ ടോപ്പ് ഹൈറ്റിലേക്കായിരിക്കും ലാൻഡിങ് ചെല്ലുക. അപ്പോൾ ഈ ഒരു കോർണറിലെ സ്പേസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിനൊരു ഹാൻഡ് റെയിലിൻ്റെ വർക്കുകൾ ഇനി കംപ്ലീറ്റ് ആവാണ്ട്, ബാക്കിയെല്ലാതും ഹാൻഡ് റെയിൽ ഇല്ലാത്തത് വളരെ ഡേഞ്ചറാണ് പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ. അപ്പോൾ ഹാൻഡ് റെയിലും കൂടി വെച്ചാലാണ് ഈ ഒരു സ്റ്റെപ്പ് അതിൻ്റെ ഒരു ഫുൾ ഭംഗിയിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. പറഞ്ഞു വന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്റ്റെപ്പാണെങ്കിലും അപ്സ്റ്റേറിലേക്ക് കയറി പോകാനും ഇറങ്ങാനൊക്കെ പറ്റും. പക്ഷേ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുമ്പോൾ അത് തികച്ചും ഭംഗി കൂട്ടാനായിട്ട് വേണ്ടി മാത്രം ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ അഡീഷണൽ എക്സ്പെൻസ് വരും. അത് നമ്മളോട് ക്ലയൻറ്റിനോട് പറഞ്ഞാൽ അവർ ഇഷ്ടപ്രകാരം മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന് അവർക്ക് ഇപ്പോൾ ലാസ്റ്റ് കണ്ട അതേ സ്റ്റെപ്പ് ഇവിടെ വേണമെന്ന് പറയുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൽ അങ്ങനത്തെ സ്റ്റെപ്പുകളെല്ലാം വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി അവർക്ക് അവിടെ നിന്ന് വേണമെന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ കിച്ചണിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ സാറിൻ്റെ അവിടെ ഒരു ഫുള്ള് കബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ചുമര് ഫുൾ ഹൈറ്റ് ആക്കിയിട്ട് കബോർഡ്, അതിൻ്റെ ഉള്ളിൽ ഹൈഡായി പോകണ മാതിരി ഫ്രിഡ്ജ്, ഇവിടെ ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ആ ചുമരിൽ ഫുള്ള് ഹൈഡായി പോകണ മാതിരി. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഭിത്തിയാണ് നമ്മൾ കിച്ചണിൽ നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു വെൻറ്റിലേഷൻ ഇതെല്ലാം നമ്മൾ സാറിൻ്റെ അവിടെയാണ് ഫസ്റ്റായിട്ട് ഇത്രയും ലെങ്ത്തിൽ, അവിടെ ഏകദേശം 7 മീറ്ററാണ് ലെങ്ത്ത് വെൻറ്റിലേഷൻ്റെ. അപ്പോൾ ആ ഒരു അതേ രീതിയിൽ തന്നെ അവർക്ക് വെൻറ്റിലേഷൻ, കിച്ചൻ്റെ അവിടുത്തെ വെൻറ്റിലേഷൻ വേണമെന്ന് പറഞ്ഞ് നമ്മൾ അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഏരിയയാണ് നമ്മളെ ആ കബോർഡായിട്ട് വരുന്നത്. ശരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്ലിന്ത്. അപ്പോൾ ആ പ്ലിന്തിൽ നിന്ന് ഒരു 60 സെൻറ്റിമീറ്റർ പിന്നാക്കം വലിച്ചിട്ടാണ്, അതായത് ഹാളിൻ്റെ സ്പേസിലേക്ക് വലിച്ചിട്ടാണ് നമ്മളിവിടെ ചുമര് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഈ വീട് വാസ്തു പ്രകാരം നിർമ്മിച്ചിരിക്കുന്നത് വെച്ചാൽ കിച്ചണിന് വാസ്തു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കബോർഡ് വരുമ്പോൾ കറക്റ്റ് വാസ്തുവിൻ്റെ മെഷർമെൻറ്റ് കിച്ചൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ. ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന വലിയൊരു പൊട്ടത്തരാണ്. അതായത് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഒക്കെ നോക്കിയിട്ട് വാസ്തു പ്രകാരം വീട് വയ്ക്കും. അവർക്ക് കിച്ചണിൽ 1 സെൻറ്റിമീറ്റർ മാറാൻ പറ്റില്ല, റൂമിൽ 1 സെൻറ്റിമീറ്റർ മാറാൻ പറ്റില്ല. ഇതെല്ലാം പ്ലാനിൽ വരഞ്ഞിട്ട് ചുമരിൽ കല്ല് കെട്ടുമ്പോൾ ഇതെല്ലാം അങ്ങനെ കറക്റ്റായിട്ടാണ് വെക്കും. എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇൻറ്റീരിയൽ വർക്ക്. ആ ഇൻറ്റീരിയൽ വർക്കിന് ഒരു വാസ്തുവിലൊന്നുമില്ല. അതായത് ഇതെല്ലാം ഫിക്സഡ് ആയിട്ടാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് കിച്ചണിലാണെന്നുണ്ടെങ്കിൽ കിച്ചൺ റാക്ക് വരും. നിങ്ങൾ കിച്ചൺ റാക്ക് ഫിറ്റ് ചെയ്യണതും കല്ലിൽ പടുത്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പ്ലൈവുഡ് വെച്ചിട്ടോ ഗ്രാനൈറ്റ് ഡോർസ് എല്ലാം വരുന്നില്ലേ. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങളെ വീടിൻ്റെ ആ വാസ്തു കമ്മിയെ വലിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കിച്ചൻ്റെ ഒരു മെഷർമെൻറ്റ് ഒരു 3x3 മീറ്ററാണെന്ന് വിചാരിച്ചോളൂ.
അതിലൊരു എൽ ഷേപ്പിൽ ഒരു മറ്റേ ബെഞ്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പും അതേപോലെ അതിൻ്റെ അടിയിൽ ഡോറും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈഫ് ലോങ് ആയിട്ടല്ലേ നിങ്ങളെ മെഷർമെൻറ്റിനെ കമ്മിയാക്കണത്. അപ്പോൾ ആ കമ്മിയാവണ മെഷർമെൻ്റ് അല്ലേ നിങ്ങളെ കിച്ചൻ്റെ ഉള്ളിൽ നടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഈ വാസ്തുവിന് കറക്റ്റ് മാച്ച് ആവണത്? അത് വാസ്തു നോക്കുന്ന ആൾക്കാർ ഭാവിയിൽ വരാൻ പോണ കബോർഡിൻ്റെയും കാര്യങ്ങളൊക്കെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ ഈ വാസ്തു കറക്റ്റ് ആക്കണം, റൂമിൻ്റെ സ്പേസ് കറക്റ്റ് ആക്കണം എന്നൊക്കെ പറയുന്നത്? അല്ല, ഞാനിതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, കുറ്റിയടിക്കുന്ന സമയത്ത് വാസ്തു നോക്കുന്ന ആൾക്കാർ പറയും അടുക്കള അതേപോലെ ചില റൂമുകൾ 1 സെൻറ്റിമീറ്റർ പോലും മാറാൻ പറ്റില്ല. എന്നിട്ടാണ് എല്ലാ പണിയും കഴിയുമ്പോൾ ഇതേപോലത്തെ കിച്ചൺ കബോർഡും ബാക്കിയുള്ള കൗണ്ടർ ടോപ്പും മുകളിലും ഇത് മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത്തെ സ്പേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അതെനിക്കറിയാത്ത കാരണമാണ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നോക്കണത്.